ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. നുറുക്ക് ഗോതമ്പ് വെച്ചുണ്ടാക്കുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ലഡു വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് വെച്ചാണ് ഞാൻ ഈ ലഡു ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കി വെക്കണം. ഇവിടെ ഞാൻ നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 3/4 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ആദ്യം മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. മുന്തിരി ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കാം. ഇപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി ഞാൻ 2 ഏലക്കായ തൊലി കളഞ്ഞതും കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിക്ക് പകരം ഇവിടെ ഫുഡ് കളർ ചേർത്താലും മതി. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ച നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ നുറുക്ക് ഗോതമ്പ് ഒരു ഹാഫ് വേവേ ആയിട്ടുള്ളൂ. ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലെ വെള്ളമൊക്കെ കുറേ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യും നുറുക്ക് ഗോതമ്പൊക്കെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. പഞ്ചസാര മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലൊന്നും കൂടെ വെള്ളം ഉണ്ടാവും. അതും കൂടെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇതിലെ വെള്ളം ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി വരാനുണ്ട്. അതുവരെ നമുക്ക് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇവിടെ നുറുക്ക് ഗോതമ്പ് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് ബോളാക്കി എടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ പുരട്ടിയതിന് ശേഷം വേണം ഇത് ഓരോന്നും ഷേപ്പാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ ഇനി നമുക്ക് എല്ലാം ഷേപ്പാക്കി എടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇവിടെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.